ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് പെസഹ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടി ഇത് അരി കഴുകി കുതിർത്തി പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ്. 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് അപ്പമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് പൊടി പൊടിച്ച് വറുത്തതാണ്. പിന്നെ ഞാൻ ഒരു ചെറിയ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും ഉഴുന്ന് മതി. നമുക്കൊരു 100 ഗ്രാം വെളുത്തുള്ളി, ഒരു 150 ഗ്രാം ചുവന്നുള്ളി, ഇത്രയും കൂടി നമുക്ക് വേണം. കുറച്ച് ജീരകം വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം. ഇനി ഇത് നമുക്ക് ഈ തേങ്ങ ഒരു പകുതിയോളം നമുക്ക് അരച്ചെടുക്കണം. ഉഴുന്ന് അരച്ചെടുക്കണം, വെളുത്തുള്ളി അരച്ചെടുക്കണം, ചുവന്നുള്ളി അരച്ചെടുക്കണം, വെളുത്തുള്ളി അരച്ചെടുക്കണം, ജീരകവും അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് അരച്ച് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉഴുന്ന് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഉള്ളിയും ജീരകവും കൂടി ഒരുമിച്ചാണ് അരച്ചത്. പിന്നെ തേങ്ങയും ഒത്തിരി അരയരുത്, കുറച്ച് അരഞ്ഞാൽ മതി. അപ്പോൾ ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് 1 മണിക്കൂർ ഇങ്ങനെ വെക്കണം. ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടല്ല വെക്കുന്നത്, അത് നമ്മൾ വറുത്ത പൊടിയായതുകൊണ്ട് അത് നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഓശാന ഞായറാഴ്ച കിട്ടിയ ഓല, വെഞ്ചരിച്ച ഓലയാണത്. അത് കുരിശോല എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കുരുത്തോല എന്ന് പറയും. അപ്പോൾ അതും കൊണ്ട് നമ്മൾ ഈശോയ്ക്ക് ഓശാന പാടിയ ആ ഓല ഞാൻ 4 കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. 2 കുരിശപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഓല നമ്മൾ ഇതിനകത്തിടും. അപ്പോൾ ഈ പൊടിയും വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിനി നമ്മൾ പാത്രത്തിലേക്ക് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഓല എടുത്ത് അപ്പത്തിൻ്റെ മേളിൽ വെച്ച് നമ്മൾ 2 കുരിശപ്പം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിത് പൊടിയിട്ട് ഇളക്കാം. അപ്പോൾ ആ പൊടിയെല്ലാം നല്ല വിശുദ്ധീകരണമായിട്ട് മാറും. അതാണ് പെസഹ അപ്പം. നമ്മൾ പ്രത്യേക വിശുദ്ധിയോടുകൂടിയാണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1 മണിക്കൂർ ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞിട്ട് പിന്നീട് എടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചത് എല്ലാം കൂടി ഇട്ട് കുഴച്ച് വെച്ചിരുന്നു. ഇപ്പോൾ അത് 1 മണിക്കൂർ കഴിഞ്ഞു. പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കിനി ഈ പാത്രത്തിലേക്ക് അതിനെ കോരി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിനകത്ത് കോരി ഒഴിച്ച് ആദ്യം കുരിശപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ പാത്രത്തിലേക്ക് വെച്ച് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തട്ട് വെച്ച് ഇതിൻ്റെ മേളിൽ വെച്ച് ഞാൻ ഒരെണ്ണം വെച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലിരിക്കുന്നതിൻ്റെ ആവി ഇതിൻ്റെ മേളിലോട്ട് വരും. നമ്മൾ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇത് നമ്മൾ അപൂർവമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആവി അടഞ്ഞ് ഉണ്ടാക്കണ്ട, നല്ലതായിട്ട് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടി ഒരെണ്ണം വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെച്ച് വേവിക്കാവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പം റെഡിയാണ്. കൈവെള്ളാതെ എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവി പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതാണ് ഈ സൈഡിൽ നിന്നൊക്കെ വിട്ട് പോന്നിരിക്കുന്നത്. ഞാൻ കുറച്ചധികം സമയം വെച്ച് വേവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ 2 എണ്ണം വയ്ക്കുകയാണെന്നെങ്കിൽ അതിൻ്റെ ആവി മുകളിൽ അടഞ്ഞ് അവിടെ ഒരു പ്രത്യേക പാട് വന്നേനെ. അപ്പോൾ അടുത്തപ്പം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, എല്ലാവരും ഇതുപോലെ നിങ്ങളിങ്ങനെ പരീക്ഷിച്ച് നോക്കുക. പെസഹ അപ്പം നല്ല രുചിയുള്ളതും നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.